أكبر الله أكبر. അച്ഛനൊരു ചായ തരൂ. ₹50 വരൂ. എന്തിനാണ് 50 രൂപ? മരുന്ന് വാങ്ങണം. ഞാൻ 10 പുള്ളി അടിച്ചിട്ട് ഒരുപാട് നേരമായി. 50 രൂപ ഇങ്ങോട്ട് തരണം. എനിക്കൊരു സഹായം ചെയ്യും. ചേട്ടാ വണ്ടിക്കേടായി സാർ. ഞാനൊന്ന് നോക്കട്ടെ. സാറേ ഞാൻ പൊയ്ക്കോട്ടെ എന്നാ. നിക്ക് പോകാൻ വരട്ടെ. ചേട്ടൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. എന്താ സാറേ? ഒന്നുമില്ല, ഞാൻ നിങ്ങളെ പല സ്ഥലത്ത് വെച്ച് കാണുന്നു. അതെ സാറേ, എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. ആരോ സുഖമില്ലാതെ കിടക്കുന്നുണ്ടല്ലോ, ആരാ അത്? അത് എൻ്റെ ഭാര്യയാണ് സാറേ. അവർക്ക് വേണ്ടിയാണ് സാറേ ഞാൻ കഷ്ടപ്പെടുന്നത്. അവർക്കെന്ത് പറ്റി? നോക്കണ്ട, പറഞ്ഞോളൂ. ചിലപ്പോ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിലോ. എങ്ങനെ സാറേ? ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. അതുവഴി ഞാൻ നിങ്ങളെ സഹായിക്കാം. സഹായിക്കണം സാറേ. എൻ്റെ ഭാര്യയ്ക്ക് ട്യൂമറാണ്. നിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ? ഒരു മകനുണ്ട് സാറേ. അയാൾ എവിടെ? അവൻ മര്യാദക്ക് മാല കൊടുത്താ അല്ലെ കൊന്നു കഴിഞ്ഞ. അയ്യോ വീടേടാ, മാല പൊട്ടിച്ചോണ്ട് പോവല്ലേടാ. അയ്യോ എനിക്ക് നിങ്ങളെ കണ്ടൂടാ. പോയി ചത്തൂടാ. ഞാൻ നാശം വിളിക്കാം. ലഹരി എൻ്റെ മകനൊരു മനുഷ്യനല്ലതാക്കി സാറേ. മനുഷ്യനല്ലതാക്കി. പോട്ടെ, സാരമില്ല. ഞാൻ നിങ്ങളുടെ ഭാര്യയെ ഒന്ന് കണ്ടോട്ടെ. ഓ സാറേ, ഒരു സാർ പോവാം. വാ സാറേ. നോക്കൂ സാറേ, കുട്ടിട്ടേക്കുന്നുണ്ട്. ഇതൊക്കെ ആഹാരങ്ങൾ വാങ്ങിച്ചു കഴിക്കില്ല. നല്ല കുത്തു കഴിക്കില്ല. ഇവിടെ ചോദിച്ചാൽ അവൻ്റെ ഇല്ല. അപ്പുറത്തോട്ട് ചോദിച്ചാൽ മരുന്ന് ചോദിച്ചാൽ വിഷം തരും. വിഷം ചോദിച്ചാൽ തരാൻ ഭക്ഷണം തരും. കൊടുക്കരുത് കേട്ടാ, കൊടുക്കരുത്, ഭക്ഷണം കൊടുക്കരുതായിരുന്നു. കൊല്ലണോടാ. എല്ലാത്തിനും നശിപ്പിച്ചേ നീങ്ങും. പോവും. അല്ല, ഭാര്യയെ കണ്ടില്ല.
മരിച്ചുപോയ ഭാര്യ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ അയാൾ പിന്നെയും അലഞ്ഞുകൊണ്ടേയിരുന്നു.